അവിടെയൊക്കെ ഉള്ള BJP-ക്കാർ തന്നെ BJP ചേർന്ന, അല്ലാതെ പുതിയതായിട്ടൊന്നും ആരും BJP ചേർന്നിട്ടില്ല. അവിടെ ഇതൊക്കെ വെറുതെ ക്യാമ്പയിനല്ലേ, അതൊക്കെ നമുക്കറിയാം. അല്ല, സഭാ നേതൃത്വം അല്ല, അവർക്ക് അറിയാമല്ലോ, അവർക്ക് ഇപ്പം മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ, വഖഫ് ബില്ലിനും പിന്നാലെ ചർച്ച് ബില്ലും കൂടി വരുന്നുണ്ടെന്ന്. അതിന്റെ വിഷയമാണ് പറഞ്ഞത്. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തതെന്ന് പറയും. ആ നിലപാട് ഉറച്ച നിലപാടാണ്. അത് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്, ഇന്ത്യ മുന്നണിയുടെ നിലപാടാണ്. ഒരു വ്യത്യാസമില്ല. അതിലൊന്നും ഞങ്ങൾ വെള്ളം ചേർക്കില്ല. അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്. ഉറപ്പായിട്ട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ, നാളെ ഈ വഖഫ് ബില്ല് വരുന്നത് പോലെ ചർച്ച് ബില്ല് വരുമ്പോഴും ഒരു മതത്തിന്റെ അവകാശങ്ങൾക്ക് നേരെ ആര് കടന്നു കയറിയാലും ഞങ്ങളുണ്ടാവും. പണ്ട് പറഞ്ഞ പോലെ അവര് മറ്റൊരു ആൾക്കാരെ അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല. കാരണം ആ വീട്ടിലാണ് പോലീസ് കയറിയത്. ഇപ്പുറത്തെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചില്ല. കാരണം എൻ്റെ വീട്ടിലല്ല കയറിയത്. നേരെ അപ്പുറത്തുള്ള, നേരെ മുമ്പിലുള്ള വീട്ടിലും പോലീസ് വന്ന് കയറിയപ്പോഴും ഞാൻ മിണ്ടിയില്ല. കാരണം എൻ്റെ വീട്ടിലല്ല കയറിയത്. അവസാനം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിക്കാനും പറയാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ പണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്.